എൻ്റെ സ്കെച്ച് ബുക്ക്. ഈ ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വരച്ചതാണ്. ക്യൂട്ട് ട്രെയിൻ. ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ച കളർ പെൻസിലുകൾ ചുവപ്പ്, മഞ്ഞ, പച്ച, നീല. പെൻസിൽ ഉപയോഗിച്ച് സ്കെച്ച് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഇങ്ക് പേന ഉപയോഗിച്ച് സ്കെച്ച് തെളിയിക്കുന്നു. അതിനുശേഷം കളർ പെൻസിലുകൾ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നു. വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ ഭംഗിക്കായി ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിന് സമാന്തരമായി ഒരു രേഖ വരച്ച് തുടങ്ങാം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ക്യൂട്ട് ട്രെയിനിൻ്റെ പാളമാണ് ഇത്. ട്രെയിനിൻ്റെ മുൻഭാഗത്തുള്ള ക്യാബിൻ വരയ്ക്കാനാണ് എനിക്ക് തോന്നിയത്. ഞാനത് പെൻസിലിന് വരയ്ക്കുന്നു. ക്യാബിൻ്റെ മുകൾ ഭാഗത്ത് ചുവന്ന നിറം കൊടുക്കാം. തൊട്ടു താഴെ മഞ്ഞ നിറവും കൊടുക്കാം. നടുക്ക് ജാലകത്തിന് ഗ്ലാസ് ഇട്ടതായി തോന്നിപ്പിക്കുന്നു. ക്യാബിന് തൊട്ട് മുൻഭാഗവും പുകക്കുഴലും ചക്രങ്ങളും വരച്ചതിനു ശേഷം ബ്ലാക്ക് ഇങ്ക് പെന്നിനും ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇനി മുൻഭാഗത്തിന് ചുവന്ന നിറവും പുകക്കുഴലിന് നീല നിറവും ഗ്ലാസിനും ലൈറ്റിനും നീല നിറവും കൊടുക്കാം. ഇനി ഒന്നാമത്തെ കമ്പാർട്ട്മെൻറ്റ് പെൻസിലിന് സ്കെച്ച് ചെയ്യുന്നു. വീണ്ടും രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റും പെൻസിലിന് സ്കെച്ച് ചെയ്യുന്നു. വളരെ സാവകാശം സ്റ്റെപ്പായി ചിത്രീകരണം തുടരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരയ്ക്കുവാനായി സാവകാശം ലഭിക്കുന്നു. കമ്പാർട്ട്മെൻറ്റിനെല്ലാം ജാലകങ്ങളും വരയ്ക്കേണ്ടതുണ്ട്. കമ്പാർട്ട്മെൻറ്റിൻ്റെ മുകൾ ഭാഗത്തിന് ചുവന്ന നിറവും ബോഡിക്ക് ജാലകത്തിന് ചുറ്റുമായി രണ്ട് കമ്പാർട്ട്മെൻറ്റിനും മഞ്ഞ നിറവും കൊടുക്കാവുന്നതാണ്. ജാലകങ്ങളുടെ ഭംഗിക്കായി നീല നിറവും കൊടുക്കേണ്ടതാണ്. നമ്മുടെ ക്യൂട്ട് ട്രെയിൻ കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന ഒരു പഴയകാല തീവണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് പുകക്കുഴലും പുകയും വരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത് പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന മൈതാനത്തു കൂടിയാണ്. പുല്ലുകൾ വരയ്ക്കുമ്പോൾ നിയറസ്റ്റ് ഭാഗത്ത് കടുത്ത പച്ച നിറവും അകലേക്ക് ഇളം മഞ്ഞ കലർന്ന പച്ച നിറവും വരച്ച് ചേർക്കാവുന്നതാണ്. നിറങ്ങളുടെ ദീർഘദൂര വീക്ഷണ സിദ്ധാന്തം ഇവിടെ അനുകരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ദീർഘദൂര വീക്ഷണ സിദ്ധാന്തം? നിയറസ്റ്റ് പോയിന്റിൽ നിന്നും ചക്രവാളരേഖയിലേക്ക് അടുക്കുമ്പോൾ ആകൃതിക്കും നിറത്തിനും അവ്യക്തത സംഭവിക്കുന്നതായി കാണാം. ഏത് ചിത്രം വരച്ചാലും അടുത്ത് കാണുന്ന ഭാഗങ്ങൾ വ്യക്തമായ രേഖകൾ കൊണ്ടും വ്യക്തമായ നിറങ്ങൾ കൊണ്ടും വരച്ചു ചേർക്കുകയും അകലേക്ക് പോകുമ്പോൾ അവ്യക്തമായി തന്നെ വരച്ചു ചേർക്കേണ്ടതുമാണ്. ട്രെയിൻ മുമ്പോട്ടാണ് ഓടുന്നത് എന്ന് കാണിക്കുന്നതിനായി ട്രെയിനിൻ്റെ പിറകുവശത്തേക്കായി പുക ചിത്രീകരിക്കാവുന്നതാണ്.
ചക്രങ്ങൾക്കും ഉരുക്കിൻ്റേതായ നിറം വരുത്തുന്നതിനായി ഇളം തവിട്ട് നിറം കൊടുക്കാവുന്നതാണ്. ആകാശത്തിനായി ഇളം നീല നിറവും കൊടുത്ത് നമ്മുടെ ചിത്രം പൂർത്തിയാക്കപ്പെടുന്നു.